കുറുക്കുറെ വെണ്ടയ്ക്ക. വെണ്ടയ്ക്ക ഇനി മുതൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയേ, പാത്രം കാലിയാകുന്നതറിയില്ല. പോരാതെ 1 മാസത്തോളം കേടാവാതെയും കൂടി ഇരുന്നാ പിന്നെ പണി എളുപ്പമായില്ലേ. അപ്പോൾ വാ റെസിപ്പി നോക്കാം. കഴുകി വൃത്തിയാക്കിയ വെണ്ടയ്ക്ക കട്ടി കുറച്ച് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ്, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ ഓയിലും കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഈ പൊടികളെല്ലാം വെണ്ടയ്ക്കയിൽ നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ എന്താ, ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നന്നായി മൊരിയിച്ച് ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ കോരി മാറ്റാം. അങ്ങനെ ഞാനിവിടെ എല്ലാ വെണ്ടയ്ക്കയും പൊരിച്ചെടുത്തിട്ടുണ്ട്. പൊരിച്ച് വറുത്ത് കോരി എടുത്ത വെണ്ടയ്ക്ക ഒരു പാത്രത്തിലേക്ക് ഇട്ട് കുലുക്കിയ ഈ സൗണ്ട് കേൾക്കണം. ഇനി ഒട്ടും വെള്ളമയം ഇല്ലാത്ത ഒരു ഭരണിയിലേക്ക് അടച്ച് സൂക്ഷിച്ച് വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും ഇത് കേടാവാതെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് നമ്മുടെ ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.